കോട്ടയം ഏറ്റുമാനൂരിലെ ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യയിൽ ഇന്ന് പോലീസ് കുറ്റപത്രം സമർപ്പിക്കും. ഷൈനിയും മക്കളും ക്രൂരപീഡനമാണ് നോബിയിൽ നിന്നും നേരിട്ടത്. ഭർത്താവ് നോബിയുടെ ഉപദ്രവമാണ് കൂട്ട ആത്മഹത്യയ്ക്ക് പ്രേരണയെന്ന കുറ്റപത്രം. ഷൈനിയും മക്കളും വീട് വിട്ടിറങ്ങിയിട്ടും പിന്തുടർന്ന് ഉപദ്രവിച്ചു. മരിക്കുന്നതിന് തലേന്ന് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി. കേസിൽ രണ്ടുപേരുടെയും മൊബൈൽ ഫോണുകൾ നിർണായക തെളിവാണ്. വിശദാംശങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുകയാണ്. മിഥുൻ, ഈ ആത്മഹത്യയിലാണ് ഇന്ന് പോലീസ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. കുറ്റപത്രത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? മറ്റു വിശദാംശങ്ങൾ കൂടി. അന്വേഷണ സംഘം കുറ്റപത്രം ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. കോട്ടയം ഏറ്റുമാനൂരിലെ ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യയിലാണ് ഇന്ന് പോലീസ് കുറ്റപത്രം സമർപ്പിക്കുക. ഷൈനിയും മക്കളും ക്രൂരപീഡനമാണ് നോബിയിൽ നിന്നും നേരിട്ടത്. ഭർത്താവ് നോബിയുടെ ഉപദ്രവമാണ് കൂട്ടാത്മഹത്യയ്ക്ക് പ്രേരണയെന്ന കുറ്റപത്രം. മിഥുൻ ശരിയാണ്. മിഥുൻ, തുടരാം. പുറത്തുവന്ന വിവരങ്ങളെല്ലാം തന്നെയാണ് ഇപ്പോൾ കുറ്റപത്രത്തിലുമുള്ളത്. ഭർത്താവിന്റെ പീഡനമാണ് ഇത്തരത്തിലുള്ള കൂട്ട ആത്മഹത്യയിലേക്ക് ഷൈനിയെയും മക്കളെയും എത്തിച്ചത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ കുറ്റപത്രത്തിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 170-ാം ദിവസമാണ് ഇത്തരത്തിൽ കൂട്ടാത്മഹത്യ നടന്ന് 170-ാം ദിവസമാണ് ഇപ്പോൾ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ആകെ 56 സാക്ഷികളും അതുപോലെ തന്നെ ഷൈനിയുടെ മകനും ട്രെയിൻ ഓടിച്ചിരുന്ന ലോക്കോ പൈലറ്റുമാരെയുമാണ് സാക്ഷികളായി ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നത്. 40ഓളം ശാസ്ത്രീയ തെളിവുകളും രേഖകളും ഈ കുറ്റപത്രത്തിനൊപ്പമുണ്ട്. അതുപോലെ തന്നെ 2 പേരുടെയും, അതായത് ഷൈനിയുടെയും അതുപോലെ തന്നെ ഭർത്താവിന്റെയും ഫോണുകൾ പ്രധാനപ്പെട്ട തെളിവായിട്ടാണ് കരുതുന്നത്. ആ ഫോണിൽ നിന്നാണ് നിർണായകമായിട്ടുള്ള വിവരങ്ങൾ, ഇവരുടെ ചാറ്റുകൾ, ഇവരുടെ സംഭാഷണങ്ങളെല്ലാം തന്നെ പോലീസ് റിക്കവർ ചെയ്തെടുത്തിട്ടുള്ളത്. ഈ നോബിയുടെ നിരന്തരമായിട്ടുള്ള ഉപദ്രവമാണ് ആത്മഹത്യക്ക് പ്രേരണയാണെന്ന് ഈ കുറ്റപത്രത്തിൽ പറയുന്നു. ഈ ആത്മഹത്യ ചെയ്യുന്നതിന്റെ തലേ ദിവസവും അന്ന് രാത്രിയും വിളിച്ച് ഈ ഇത്തരത്തിൽ മാനസികമായി പീഡിപ്പിക്കുകയുണ്ടായി. ഡിവോഴ്സ് നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പീഡനം ഉണ്ടായിരുന്നു. അതിൽ നിങ്ങൾ പോയി ഒന്ന് മരിച്ചു തരാമോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ ചോദിച്ചിരുന്നതായി അല്ലെങ്കിൽ പറഞ്ഞിരുന്നതായി നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിയാണ് വിശദമായിട്ടുള്ള കുറ്റപത്രം സമർപ്പിക്കാനിരിക്കുന്നത്. ഇന്ന് തന്നെ അന്വേഷണ സംഘം കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കും. മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരിടവേള.